നമ്മളിതാ മുരുടേശ്വരെത്തി. ഇന്ന് രാവിലെ ബൈൻഡൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് 30 കിലോമീറ്റർ ബൈൻഡൂരിൽ നിന്ന് ഒരു മസ്ജിദിലാണ് കിടന്നത് ഇന്നലെ രാത്രി. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 5 മണിക്ക് തന്നെ അവിടുന്ന് പോന്നു ബൈൻഡൂരിൽ നിന്ന്. കാരണം മസ്ജിദ് ആയതുകൊണ്ട് അവർക്ക് നിസ്കാരം പരിപാടി ഉണ്ട് 5:30 കൂടിയിട്ട്. 15 മുകളിൽ പോന്നു. അപ്പോൾ മുരുടേശ്വരെത്തി. ബൈൻഡൂരിൽ നിന്ന് 30-32 കിലോമീറ്റർ. നേരെ ഉള്ളിലേക്ക് വെക്കോ. അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിന്നോ നമ്മളിതാ മുരുടേശ്വർ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ബൈൻഡൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരു മസ്ജിദിലാണ് കിടന്നത്. ഒരു 9:00 കൂടിയിട്ട് അവിടേക്ക് വന്ന് ടെൻ്റ് അടിച്ചോ, നിസ്കാരം പരിപാടി ഉള്ള കാരണം ആ സമയം വന്നിട്ട് ആയാൽ മതി, ആ സമയത്ത് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ 9:00 കൂടി 10 മണിയോട് കൂടി അവിടെ എത്തി. അവിടെ ടെൻ്റ് അടിച്ച് രാവിലെ നമ്മൾ ഒരു 4:30 ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. കാരണം 5 മണി 5:15 അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ നിന്ന് പോകാമെന്നുള്ള രീതിയിൽ ആയിരുന്നു ഇറങ്ങി. ഇവിടെ ഒരു 30-35 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ഇവിടെ എത്തി. മുരുടേശ്വർ എന്ന സ്ഥലത്തെത്തി. മുരുടേശ്വർ ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഇവിടെ ഒരു ഹാർബർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മീൻ പിടിക്കുന്ന എല്ലാ വഞ്ചികൾ, ബോട്ടുകളൊന്നുമില്ല, വഞ്ചികൾ കൂടുന്ന ഒരു സ്ഥലമാണ്. കുറച്ചുകൂടി നേരത്തെ എത്തുകയാണെങ്കിൽ ഇവിടെ നിറച്ച് മത്സ്യബന്ധനത്തിനായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മീൻ കൊണ്ടുപോകുന്നതും ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാമായിരുന്നു. ഇപ്പോൾ ഏകദേശം 9 മണി 9:30 മീൻ ഒക്കെയും രാവിലെ വന്നത് കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ. പിന്നെ ഇതാണ് ടെമ്പിള്. ടെമ്പിളിലെ ഏറ്റവും വലിയ ഗോപുരങ്ങളുള്ള ടെമ്പിളുകളിൽ ഒന്നാണ് ലോകത്തിൽ വെച്ച് തന്നെ. പിന്നെ അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 2ാം സ്ഥാനത്തുള്ള ഏറ്റവും വലിയ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇപ്പം ഈ ടെമ്പിളിൻ്റെ മേലേക്ക് നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റിൽ ഏറ്റവും ടോപ്പിലേക്ക് പോകാം. എന്നിട്ട് ഈ ശിവൻ്റെ പ്രതിമ ആയാലും മൊത്തം ഇത് നമുക്ക് കാണാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് അറബിക്കടലിന് ചുറ്റും ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ഏരിയയുടെ ചുറ്റും അറബിക്കടലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇത് നിർമ്മിതികൾ ഒക്കെയും നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഒരുപാട് ഹൈറ്റിലാണ് കേട്ടോ അത്. അതിൻ്റെ കവാടം അങ്ങോട്ട് കിടക്കുമ്പോൾ, അമ്പലത്തിൽ കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബോട്ടുകളും കാര്യങ്ങളും ഉള്ളത്. ഇനി മുരുടേശ്വർ ബീച്ചുണ്ട്. വഞ്ചികളൊക്കെ അടുപ്പിച്ചിട്ടെടുക്കുകയാണ്. നമ്മുടെ സൈക്കിൾ ഇത് അവിടെ ചാരി വെച്ചെടുക്കട്ടെ നമ്മൾ ഉണ്ടല്ലേ. മുരുടേശ്വരൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. ഇവിടെ ആനേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ മുകൾ ഭാഗം കണ്ട അങ്ങനെ കുനിയണം എന്നാലും കാണുള്ളൂ. അത്രയും ഹൈറ്റിലാണ് ഇത് നിൽക്കണത്. ഷിബി വന്നിട്ടില്ല. ഷിബിൻ്റെ അവിടെ 2 സൈക്കിളും നോക്കാൻ അവിടെ ഇരുത്തിയേക്കുക. പിന്നെ അവൻ ഓൾറെഡി വന്നിട്ടുള്ള കാരണം അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ സൈക്കിൾ നോക്കാൻ ഇരിക്കാം. വേറെ ഇവിടെ സെക്യൂർഡായിട്ട് വലിയ പ്ലേസ് ഒന്നുമില്ല. കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണത് റഷാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റിൽ പോവാം. 10 രൂപ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് പോവാം. മുകളിൽ നിന്നുള്ള വിഷ്വൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ മുകളിലേക്ക് 18 നിലയാണുള്ളത്. 18 നില വരെ നമുക്ക് ലിഫ്റ്റിൽ വരാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 4 വിൻഡോസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കാണാം. കടൽ, ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ എൻട്രൻസ്, ഒരു സൈഡിൽ മറ്റേ ശിവൻ്റെ പ്രതിമയായിട്ടുള്ള സംഭവം, അങ്ങനെയൊക്കെ ആയിട്ട് കാണാം. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ളത് ഇപ്പോൾ കടലാണ്, ഫുള്ള് കടലാണ്. മുകളിൽ പോയിട്ട് നമ്മളിപ്പോൾ തിരിച്ചു വന്നു. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ശിവൻ്റെ. നമ്മൾ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് താഴെ, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് പോവുകയാണ്. ഇനി നേരെ ഗോവർണ പിടിക്കാനുള്ള പരിപാടിയാണ്. ഗോവർണ പിടിക്കാനുള്ള പരിപാടി ഇന്ന് എന്തായാലും നടക്കുമെന്ന് അറിയില്ല. 100 കിലോമീറ്റർ ഉണ്ട്. 80 കിലോമീറ്റർ 80 ഉള്ളൂ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മുരുടേശ്വരിന്ന് നേരെ ഗോവർണ. അപ്പോൾ അതിനിടയ്ക്ക് ഫുഡ് അടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഡ്രസ്സ് ഉണക്കാണ്ട്. അതെ, പിന്നെ നല്ല വെയിലാണ്, അപ്പോൾ റെസ്റ്റ് എടുക്കണം. ഏതെങ്കിലും തണവുള്ള സ്ഥലത്ത് കയറി നിന്നിട്ട് ഡ്രസ്സ് കൂടുതലൊക്കെ
സംസാരിക്കണം. തണവ് തണ്ട തണ്ട നോർമൽ തണ്ട. ഓക്കെ. ക്ഷീണിച്ചു. നല്ല വെയിലാണ്. മുരുടേശ്വരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 കിലോമീറ്റർ ചവിട്ടി. നാഷണൽ ഹൈവേ, നല്ല ചൂട്. അപ്പോൾ ഒരു ചെറിയൊരു കട കണ്ടു. ഒരു സോഡയ്ക്കും കുടിച്ചുകൊണ്ട് ഇരിക്കാൻ കുറച്ച് തരാം. ഡ്രസ്സ് അപ്പോൾ ഇവിടെ പുറത്തിടാം, ഉണങ്ങി കിട്ടിക്കോളും. ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ വൻ സീനായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇത് ഹോസ്പിറ്റൽ ഹൗസാണ്. എന്നിട്ട് പോലും ഭയങ്കരമായിട്ട് ചുട്ട് കൊള്ളുക. എന്തായാലും നോക്കാം നമുക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കും. ഉപ്പ് സൈക്കിളോടി ഉണ്ട്. സൈക്കിളോടി ഇരുന്നിട്ട് പൊള്ളട്ടെ. ഇതിൽ തിരക്കില്ലാത്തൊരു ചെറിയൊരു സെറ്റപ്പാണ് കട. ഹൈവേ ആണ് ഫ്രണ്ടിൽ. നമ്മളൊരു എത്ര മണിയാ ഇവിടെ? 10 മണി ഉണ്ടാവോ? 10:30. 11:45 ഇവിടെ വന്നാ ഭയങ്കര വെയിൽ. തല പൊട്ടിത്തെറിക്കുക വെയിൽ കൊണ്ടുപോയി. പിന്നെ ഡ്രസ്സ് ഉണക്കാണ്ടായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടെ കയറി ഡ്രസ്സൊക്കെയും അവിടെ ഉണക്കാട്ടു. പുല്ലിലൊക്കെ വിരിച്ചിട്ടുണ്ട്. അതൊക്കെ പകുതിയല്ല, അതൊക്കെ ഉണങ്ങി. ജസ്റ്റ് ഒന്ന് മറച്ചിട്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഭക്ഷണം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. വീട് തൊട്ടടുത്താണ് ഉള്ളത്. അപ്പോൾ അത് ആ ഭക്ഷണം ഇപ്പോൾ കഴിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കുറച്ചും കൂടി തണവുള്ള സ്ഥലത്തിരിക്കും. ഇവിടെ ചൂട് തന്നെ ഉണ്ട്. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് തണവുള്ള സ്ഥലത്തിരിക്കും. ഡ്രസ്സ് ഉണക്കായിരുന്നു മെയിൻ. അപ്പോൾ അത് കഴിഞ്ഞു. റൈസ്, സാമ്പാർ, അപ്പടായാലും വിശപ്പ് വന്നാണ്ടല്ലോ നമ്മൾ അത് പട്ടയ്ക്കും. നമ്മൾ ആ കടയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട്, വെള്ളമൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കാന്ന് വെച്ചു. കുറച്ച് റിസ്ക്കാണ് സൈക്കിളിലൂടെ ഇറക്കല്. സൈക്കിളിൽ വെള്ളം കാണിച്ചിട്ട് കുറേ നാളായി. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടാണ് ആ കട. അവിടുന്ന് ആ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറക്കി. ഇതിൻ്റെ മുകളിലെന്ന് പറയണത് റെയിൽവേ പാലാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നല്ല തണലുണ്ട്. പിന്നെ ഫുള്ള് നൈസായിട്ട് വെള്ളത്തിലാണ്, വൈബാണ്. അപ്പോൾ സൈക്കിൾ ഇവിടെ കൊണ്ടുവന്ന് ചാരി വെച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കാറ്റ് കൊണ്ടിട്ട് പോകാന്ന് വെച്ചു. അവനവിടെ കിടന്നുറങ്ങാട്ടാ, സുഖിക്കവൻ. മോഞ്ഞേ മൊയ്തീനെ നല്ല ഉറക്കുറങ്ങിയില്ലേ, സെറ്റായിട്ട്. എന്നിട്ടൊന്ന് ഇറങ്ങി കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ധാബ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവനെ ചോദിക്കാൻ പോയിട്ടില്ല. എന്തായാലും എനിക്ക് ഇന്ന് എത്തിൽ നടക്കില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഹോൾട്ട് അടിക്കാമെന്ന് വെച്ചു. ടെൻ്റ് അടിക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ നോക്കണം. ഫുഡ് എന്തായാലും ഇവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ. സൈക്കിളിന് ചെറിയ ചെറിയ ഓരോ പണികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പണികൾ എന്താണെന്ന് നോക്കണം. ഇതാണ് ധാബ. അവിടെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് നോക്കാൻ വേണ്ടി അവൻ പോയേക്കാം. നൈറ്റ് ഇവിടെ ടെൻ്റ് അടിച്ചോളം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.